അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഈ ഇസ്മ പറഞ്ഞാൽ ആ ഇസ്മിനെ നമ്മുടെ വീടിന് മുന്നിലോ നമ്മുടെ കടയുടെ മുന്നിലോ എഴുതി വെച്ചാൽ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയും ആ കുതന്ത്രങ്ങളൊക്കെ അള്ളാഹു തആല അവരിലേക്ക് തന്നെ തിരിച്ചു നൽകുകയും ചെയ്യുന്ന അത്ഭുതകരമായിരിക്കുന്ന ഇസ്മുണ്ട് അള്ളാഹു തആലക്ക്. ആ ഇസ്മ ഏതാണ് എന്നും ആ ഇസ്മ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നും ഇൻഷാ അള്ളാഹ് നമുക്ക് പഠിക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഒരു മാഷാ അള്ളാഹ് കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ അറിവിനെ ഷെയർ ചെയ്തു കൊടുക്കുക. പല രൂപത്തിൽ നമുക്ക് ശത്രുക്കളുണ്ടാവാം. നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ നമ്മുടെ ശത്രുക്കളായി മാറാം. നമ്മുടെ സുഹൃത്തുക്കളിൽപ്പെട്ടവർ നമ്മുടെ ശത്രുക്കളായി മാറാം. നമുക്ക് സിഹർ ചെയ്യുന്നവരുണ്ടാകാം, അതല്ലെങ്കിൽ മറ്റു ഉപദ്രവങ്ങൾ ചെയ്യുന്നവരുണ്ടാവാം, ആക്രമിക്കുന്നവരുണ്ടാവാം. ഏത് രൂപത്തിലുള്ള ഉപദ്രവം നമുക്ക് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ, എത്ര വലിയ ശത്രുവാണെങ്കിലും അവരുടെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 1000 തവണ നാം ചൊല്ലുക. അൽഹംദുലില്ലാഹ് 1000 തവണ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് 1000 തവണ ചൊല്ലുക. തുടർന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ ആലി മുഹമ്മദ് എന്ന് 1000 തവണ ചൊല്ലുക. അപ്പോൾ ആദ്യം ബിസ്മി ചൊല്ലുക, പിന്നെ ഹംദ് ചൊല്ലുക, പിന്നെ കലിമത്തു തൗഹീദാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുക. കൂടെ മുഹമ്മദുൻ റസൂലുള്ളാഹ് ചേർത്ത് ചൊല്ലുക. തുടർന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ ആലി മുഹമ്മദ് എന്ന് ചൊല്ലുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം, ചൊല്ലിയതിനു ശേഷം, ഏത് ശത്രുവിൽ നിന്നാണോ നമുക്ക് രക്ഷ ലഭിക്കേണ്ടത് ആ ശത്രുവിനെ മനസ്സിൽ കരുതി, അതല്ലെങ്കിൽ ആ ശത്രുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തേണമേ, അവൻ്റെ സിഹറിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തേണമേ, അത് അവനിലേക്ക് തന്നെ മടക്കണമേ, അവനിൽ നിന്ന് എനിക്ക് മോചനം നൽകണേ, അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ അവനിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്ന്, അവനിൽ നിന്നുള്ള അക്രമങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നും മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഇനി നമ്മുടെ വീട്ടിൽ, അതല്ലെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ സിഹർ അതുപോലെ തന്നെ മറ്റു ഉപദ്രവങ്ങളൊക്കെ ഏൽക്കാതിരിക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കുക. അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകൾ ഉൾക്കൊണ്ട ബിസ്മി, ആ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നുള്ളതിനെ എഴുതി വെക്കുക. ഇന്ന് കടകളിൽ നിന്നൊക്കെ ധാരാളമായി പല രൂപത്തിൽ നല്ല ഭംഗിയിൽ ബിസ്മി എഴുതി വെച്ചത് നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ വീടിന് മുന്നിൽ തൂക്കിയിടുകയോ കടയുടെ മുന്നിൽ തൂക്കിയിടുകയോ അതല്ലെങ്കിൽ വാതിലിന് മുകളിൽ ഒട്ടിച്ചു വെക്കുകയോ ഫ്രെയിം ചെയ്ത് വെക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ വീടിനിക്ക് അത് സംരക്ഷണമാണ്, നമ്മുടെ സ്ഥാപനത്തിന് അത് സംരക്ഷണമാണ്, നമ്മുടെ കച്ചവടത്തിന് അത് ബറക്കത്താണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്യുക. അല്ലാഹു തആല നല്ല കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.